അമ്മാവ, ഓ, നമുക്കിപ്പോ മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവള് ചോദിച്ച പണം കൊടുക്കണം. അവ പണമൊന്നും കൊടുക്കാൻ പറ്റൂല. അവൾക്കൊരു കാശ് കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതിനൊരു മാറ്റവും ഇല്ല. എങ്കിൽ പിന്നെ അമ്മാവൻ ആ പണം കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ. അപകടത്തിലാവാൻ പോകുന്ന നിത്യയുടെ ജീവിതം. അതെ, നമ്മളോടുള്ള വാശിക്ക് വീണ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അന്ന് അമ്മാവന്റെ സ്വത്തിന് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ? നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മാവ, ഒരു കോംപ്രമൈസിന് വീണ തയ്യാറാവില്ല. വാശി പിടിച്ചാൽ അവൾ നമ്മളെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? കൊടുത്തേക്ക്. ഇതൊക്കെ അവളുടെ കൂടി അവകാശമല്ലേ? അവകാശത്തിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. പിന്നെ അവളെക്കാളും 1000 മടങ്ങ് ഞാൻ സ്നേഹിക്കുന്ന കൊച്ച നിത്യ. അവക്കൊരു പ്രശ്നം വരുമ്പോ മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാ പറഞ്ഞത്. അവള് ചോദിക്കുന്ന പണം കൊടുക്കാം, സ്വത്ത്. അത് തന്നെയാ നല്ലത്. വീണയാണ് ഇത് ചെയ്തതെന്നുള്ളത് മനുവിന്റെ കുടുംബം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പഴിയും കൂടെ കേൾക്കേണ്ടി വരുന്നത് നിത്യയായിരിക്കും. അത് ശരിയാ. അല്ല, പക്ഷേ ഇപ്പോ ബാങ്ക് സമയം കഴിഞ്ഞു കാണത്തില്ലേ? ഇനി നമ്മൾ എവിടെ പോയിട്ട് കാശുണ്ടാക്കാനാ? അയ്യോ, അതൊരു പ്രശ്നമാണല്ലോ. ആണല്ലോ. അല്ല, നാട്ടിലായിരുന്നെങ്കിലേ ആരോടും 10 പേരോട് ചോദിച്ചിട്ട് തുക നമുക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. അല്ല, ഇനിയിപ്പോ എന്തുവാ മാർഗം? അല്ല, ഞാനിപ്പോഴും പറയുവാണേ, ചോദിക്കേണ്ട രീതിയിൽ അവളോട് ചോദിച്ചാ അവള് ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്തി. ഒരു ചെകുത്താനെ പോലെ അവൾ എന്റെ മുന്നിൽ നിന്നത്. കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവൾ അവള്. അമ്മാവ, അവളുടെ സ്വഭാവം മാറ്റിയെടുത്തിട്ടോ അവളെ തീർത്തിട്ടോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കണ്ട. അത് ഞാൻ തീർത്ത് പറയാ. ശരി.